സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ വീടുകളിലൊക്കെ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നത്തിനുള്ള പൂർണ്ണമായ ഒരു പരിഹാരമാണ്. അതും വളരെ ലളിതവും ചെലവ് കുറഞ്ഞതുമായ ഒരു മാർഗത്തിലൂടെ. ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രീതിയിൽ ലീക്ക് സംഭവിക്കുന്നുണ്ട്. ആ ടൈൽസിലൂടെ ഒക്കെ താഴേക്ക് ഇറങ്ങി ടൈൽസൊക്കെ വളരെ കറ പിടിച്ച അവസ്ഥയിൽ നമുക്ക് കാണാം. നിങ്ങൾക്കിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവിടെ സാധാരണ ഒരു ലീക്കല്ല. അവിടെ ആ മെറ്റൽ പാർട്ടും PVC തമ്മിലുള്ള ആ ബന്ധം വേർപെട്ടതുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ വരുന്ന ലീക്കേജാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ മെറ്റൽ പാർട്ടും PVC തമ്മിൽ വേർപെട്ടതുകൊണ്ട് അത് സാധാരണ അഴിച്ചെടുക്കുന്ന പോലെ അഴിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് പതിയെ ഊരിയെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആ കേടുവന്ന കംപ്ലൈൻ്റ് ആയിട്ടുള്ള ആ ത്രെഡ് എൽബോ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ടൈൽസ് കുത്തിപ്പൊളിച്ച് അത് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് പുതിയത് ഫിറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഹാമർ വെച്ചിട്ട് അല്ലെങ്കിൽ കട്ട് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ടൈൽസ് അവിടെ മാറ്റി പുതിയത് റിപ്ലേസ് ചെയ്യാൻ ചെയ്യും. അതിന് പകരം നിങ്ങൾക്ക് പുതിയൊരു സൊല്യൂഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ഗം തന്നെയാണ്. സാധാരണ കടകളിൽ നിന്നൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ പല സൈറ്റുകളിൽ നിന്ന് ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അറാൾ ഡേറ്റ് ആണ്. ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഗമായതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ പല ഗമ്മുകളും ഉണ്ട് മാർക്കറ്റിൽ. എങ്കിലും നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഏറ്റവും നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ഗമായതുകൊണ്ടാണ്. ഇത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അത് 2 ട്യൂബുകളുണ്ടാവും. ആ 2 ട്യൂബുകളിൽ നിന്നും, അതായത് ഒന്ന് എപ്പോക്സിയും ഒന്ന് ഹാർഡനറുമാണ്, ആ രണ്ടും ഒരേ അളവിലെടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റോ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അതിനുശേഷം ഒരു സിറിഞ്ച് കൂടെ നമുക്ക് സാധാരണ സിറിഞ്ച്. പിന്നെ ഈ ഒരു ഉദ്യമത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഗം അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ ഭാഗത്ത് നന്നായി ഡ്രൈ ആകുക എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹീറ്റ് ഗണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ച് അവിടെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഡ്രൈ ചെയ്യാം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതുപോലെ ഗം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അകത്തും വേണമെങ്കിൽ അകത്ത് തുടങ്ങുന്ന ഭാഗത്ത് ഉപയോഗിക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ആ ഭാഗം ആ ത്രെഡിൻ്റെ ഭാഗത്തൊക്കെ വരുന്നത് തുടച്ച് കളയാം. വേണമെങ്കിൽ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വേണമെന്നില്ല എങ്കിലും നല്ല റിസൾട്ട് വേണ്ടി നമുക്ക് 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. അല്ല, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. അതിനുശേഷം മാത്രം നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത്രയും നമുക്ക് ഏകദേശം നമ്മളെ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര സിമ്പിളാണ്, ഇത്ര എളുപ്പമാണ്. ടൈൽ പൊട്ടിച്ചിട്ടില്ല, പുതിയ ചെയ്തിട്ടില്ല. ഒരുപാട് സമയം ലാഭമാണ്, ഒരുപാട് പൈസ ലാഭമാണ്, എല്ലാം ലാഭമാണ്. അപ്പോൾ നമുക്ക് ഇനി അത് ഫൈനൽ റിസൾട്ടിലേക്കാണ് നമ്മൾ നോക്കുന്നത്. റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഏതായാലും നമുക്ക് ക്ലിയർ ആയതുകൊണ്ട് പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ വെച്ച് കഴുകി നമുക്ക് ആ റിസൾട്ട് എങ്ങനെയാണ് നോക്കാം. റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവിടെയുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ക്ലോസ് ചെയ്ത വാൽവ് ഓപ്പൺ ചെയ്തു. നമുക്കൊന്ന് ടാപ്പ് നോക്കാം. ഓക്കെയാണ്. ലീക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. മനസ്സിലാവും, അത്രയും ലീക്കിൻ്റെ അനുസരിച്ച് ഒരു തുള്ളി പോലും ഇപ്പോൾ ലീക്കില്ല.